നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ PHP ഇൻട്രൊഡക്ഷൻ പറഞ്ഞായിരുന്നു. ഇനി PHPയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാൻ അതിൻ്റെ സിൻടാക്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആദ്യം നമുക്ക് സാധാരണ ഇപ്പം നമ്മൾ HTML-നകത്താണ് PHP എംബഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. എംബഡ് ചെയ്യാൻ വേണ്ടി പല മാർഗ്ഗങ്ങളുണ്ട്. അതിൽ നമ്മൾ യൂസ് ചെയ്യുന്നതും ഏറ്റവും എളുപ്പത്തിൽ വർക്ക് ചെയ്യുന്നതായ മെത്തേഡ് PHP എന്ന് പറയുന്ന ടാഗിനകത്ത് ഇടുകയാണ്. ഇപ്പോൾ HTML-നിടയ്ക്ക് സാധാരണ HTML ഫയൽ പോലെയാണ് സേവ് ചെയ്യുന്നത്. വ്യത്യാസമുള്ളത് .php എന്നായിരിക്കും എക്സ്റ്റൻഷൻ കൊടുക്കുന്നത്. ഇതിനകത്ത് PHP ഉള്ളത് കൊണ്ടാണ് HTML-ന് കൊടുക്കാൻ പാടില്ല. റൺ ചെയ്യുന്നത് സെർവറിലാണ് റൺ ചെയ്യുന്നത്. സാധാരണ പോലെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്താൽ ഓപ്പൺ ആവില്ല. അത്രയൊക്കെ ഡിഫറൻസ് ബേസിക്കലി മനസ്സിലാക്കിയിരിക്കുക. ഈ എക്കോ എന്നുള്ളൊരു ഫംഗ്ഷൻ നമ്മൾ കണ്ടായിരുന്നു. എക്കോ എന്ന് പറഞ്ഞാൽ നേരെ ഔട്ട്പുട്ടിലേക്ക് അതിനകത്ത് എന്താണോ കൊടുത്തേക്കുന്നത് അതങ്ങോട്ട് കൊടുക്കും. ഇനി വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് വേരിയബിൾ ഡിക്ലെയർ ചെയ്താലും ഡോളർ സിമ്പിൾ ഇട്ടിട്ട് വേണം ഡിക്ലെയർ ചെയ്യാൻ. വേറെ ഇൻറ്റിജറോ ഫ്ലോട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കണ്ട. ക്യാരക്ടർ, ബൂളിയൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കണ്ട. വാല്യൂ അസൈൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഏത് ടൈപ്പാണോ അത് വരും. ഈ കേസിൽ ഇപ്പം ഞാൻ 5+5 എന്ന് ഇട്ടേക്കുന്നത് കൊണ്ട് അത് രണ്ട് ഇൻറ്റിജർ ആയതുകൊണ്ട് ഇത് ഇൻറ്റിജറായിട്ട് തന്നെ എടുക്കും. ഇൻറ്റിജറായിട്ടായിരിക്കും എടുക്കുക. ഇനി ഞാനത് മാറ്റിയിട്ട് വേറെ ഒരു സ്ട്രിങ് കൊടുത്താൽ അത് സ്ട്രിങ് ആയിട്ട് എടുക്കും. അത് അങ്ങനെ എടുത്തോളൂ, അത് മാറ്റിയൊന്നും കൊടുക്കണ്ട. ഇത് കഴിഞ്ഞിട്ട് ഇനി ഞാൻ എക്കോ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തേക്കുവാണ്. എക്കോ $x. അപ്പോൾ എക്കോ എന്ന് പറയുന്നത് ബ്രാക്കറ്റ് ഇടണ്ട. ഇട്ടാലും കുഴപ്പമില്ല, ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ പിന്നെ ഇടാതിരിക്കുന്നില്ലല്ലോ, വെറുതെ എന്തിനാ ടൈപ്പ് ചെയ്യുന്നത് അല്ലേ. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഇട്ടാൽ മതി. അപ്പം ഞാനിപ്പോൾ ഒരു PHP പേജ് എടുത്തിട്ടുണ്ട്. അതിനകത്ത് PHP ടാഗിനകത്താണ് PHP കോഡ് ഇട്ടേക്കുന്നത്. ബാക്കിയെല്ലാം സാധാരണ HTML-ആണ്, ബോഡിക്കകത്താണ് ഇട്ടേക്കുന്നത്. PHP ടാഗിനകത്ത് ആദ്യം ഒരു ഹലോ വേൾഡ് എന്ന് ഔട്ട്പുട്ട് ചെയ്യാൻ വേണ്ടി, എക്കോ എന്ന് പറഞ്ഞാൽ പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് പോലെയാണ്. ഹലോ വേൾഡ് എന്ന് ഔട്ട്പുട്ട് ചെയ്യും. പിന്നെ ഒരു $x = 5+5 എന്നിട്ടിട്ടുണ്ട്. എന്നിട്ട് എക്കോ ആ വേരിയബിളിൻ്റെ വാല്യൂ. അപ്പം നമുക്കൊരു സ്ട്രിങ് അതേപടി പ്രിൻറ്റ് ചെയ്യാനാണ് ഡബിൾ കോട്ട്സ് വാല്യൂ കൊടുക്കണം. വേരിയബിൾ ആണെങ്കിൽ വേരിയബിളിൻ്റെ പേരിന് മുമ്പ് $x ഇട്ടിട്ട് വേണം കൊടുക്കാൻ. എക്സ് എന്നാണ് വേരിയബിളിൻ്റെ പേര്. വേരിയബിളിൻ്റെ നെയിമിംഗ് കൺവെൻഷൻ സാധാരണ ഇതിലുള്ള പോലെ നെയിമിംഗ് കൺവെൻഷൻസ് തന്നെയാണ്. അതായത് സാധാരണ സിയിലും ജാവയിലൊക്കെ വരുന്ന വേരിയബിളിൻ്റെ നെയിമിംഗ് കൺവെൻഷൻ ഉണ്ടല്ലോ. അതുകൊണ്ട് അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. അതൊന്നും സിലബസ് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അതുകൊണ്ട് വെറുതെ സമയം കളയണ്ട. എല്ലാവർക്കും അറിയാമല്ലോ വേരിയബിളിന് പേരിടുന്നത് എങ്ങനെയാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. അങ്ങനെ നമ്പറിൽ തുടങ്ങാൻ പാടില്ല, അങ്ങനത്തെ നിയമങ്ങളൊക്കെ ഇതിനകത്തും പറയുകയാണ്. അപ്പോൾ ഈ പേജ് റൺ ചെയ്ത് നോക്കിയാൽ ഇതാ ഇങ്ങനെ ഇരിക്കും. ഒരു ഹലോ വേൾഡ് ഉണ്ട്. ഹലോ വേൾഡിൽ നിന്ന് ഞാൻ അതേപടി പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. അതിൻ്റെ കൂടെ തന്നെ ഒരു എക്കോ സ്റ്റേറ്റ്മെൻറ്റ് 5+5 റിസൾട്ട് 10 എന്ന് പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് എക്കോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. നമുക്ക് നമ്മുടെ HTML എലമെൻറ്റ്സ് ടാഗുകൾ വേണമെങ്കിലും കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുവാണ്. ഒരു BR ടാഗ് എനിക്ക് ഇടയ്ക്ക് വേണം ഇരിക്കട്ടെ. BR ടാഗ് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ BR ടാഗ് അതിനിടയ്ക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, സേവ് ചെയ്യുക, പേജ് ലോഡ് ചെയ്യുക. പേജ് ലോഡ് ചെയ്യുമ്പോൾ ഓർക്കുക localhost/2.php എന്നാണ് കൊടുക്കുന്നത്. ഈ 2.php എന്ന് പറയുന്നത് വാറിനകത്ത് ഇവിടെ കാണാൻ പറ്റും. വാറിനകത്ത് www-നകത്ത് HTML-നകത്ത് വേണം ഇത് കിടക്കാൻ. അപ്പോൾ അങ്ങനെ ലോഡ് ചെയ്തപ്പോഴത്തേക്കും ഇതിനകത്തിപ്പോൾ ഒരു എറർ വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ പേജ് ലോഡ് ചെയ്തിട്ടില്ല. ഇങ്ങനെ പേജ് ലോഡ് ചെയ്യാതെ വന്നാൽ അതിൻ്റെ അർത്ഥം ഇതിനകത്ത് എവിടെയോ സിൻടാക്സ് എറർ ആണെന്നാണ്. സിൻടാക്സ് എറർ എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു സെമിക്കോളൻ ഇടാൻ വിട്ടുപോയിട്ടുണ്ട്. ജാവാ സ്ക്രിപ്റ്റ് ആണെങ്കിൽ കുറേയൊക്കെ ക്ഷമിക്കും. പൈത്തൺ ഇച്ചിരി സ്ട്രിക്റ്റ് ആണ്. കറക്റ്റ് സിൻടാക്സ് ഫോളോ ചെയ്യണം. ഇതിനകത്ത് എറർ നമുക്ക് കണ്ടുപിടിക്കാനും പാടാണ്. ഇവിടെ വെബ് ഡെവലപ്പർ എടുത്തിട്ട് വെബ് കൺസോൾ എടുത്താലും നമുക്കിവിടെ എറർ ഒന്നും കാണാൻ പറ്റില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഊഹിക്കാൻ പറ്റുമല്ലോ. കാരണം PHP റൺ ചെയ്യുന്നത് സെർവറിലാണ്. ഓഡിയോതിൻ്റെ റിസൾട്ട് മാത്രമേ ബ്രൗസറിലേക്ക് വരുന്നുള്ളൂ. ഇപ്പോൾ ഓഡിയോൻ്റെ റിസൾട്ട് ഒന്നുമില്ല, കാരണം കമ്പൈലേഷൻ എററുണ്ട്. അപ്പം ഇതിനകത്ത് എന്താണ് എറർ എന്ന് ചോദിച്ചാൽ ഇവിടെ സെമിക്കോളൻ ഇടാൻ വിട്ടുപോയതാണ്. സെമിക്കോളൻ ഇട്ടു, വീണ്ടും ലോഡ് ചെയ്തു, ഇതാ വന്നു. ഇതിനകത്ത് പേജ് ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് എഴുതിയ ബോഡി ഉണ്ട്. ബോഡിക്കകത്ത് ഹലോ വേൾഡ് എന്ന് വെറുതെ എഴുതി കൊടുത്തിട്ടുണ്ട്, അതവിടെ ഉണ്ട്. അതിനുശേഷം ഈ എക്കോ BR കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ BR ടാഗ് ഇവിടെ വന്നിട്ടുണ്ട്. BR ടാഗ് അതേപടി HTML ആയിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ താഴെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഇത് HTML-ലേക്ക് വരില്ല, കാരണം ഇതൊരു റിസൾട്ടൊന്നും ഇല്ലാത്തൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അത് അല്ലെങ്കിൽ കാണിക്കേണ്ട ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ല. അത് കഴിഞ്ഞ് എക്കോ കൊടുത്തിട്ടുണ്ട്. 10ൻ്റെ X-ൻ്റെ വാല്യൂ അത് 10 എന്ന് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും ഡീറ്റെയിൽസാണ് ഇതിലുള്ളത്. ഇതാണ് ഒരു ഫസ്റ്റ് PHP പേജ്. ഇനി വേരിയബിളിന് പേര് കൊടുക്കുന്ന ഞാൻ പറഞ്ഞു, എങ്ങനെ വേണമെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞു. നമുക്കിഷ്ടമുള്ള പേര് കൊടുക്കാം. സാധാരണ വേരിയബിൾ ഫോം ചെയ്യുന്ന പോലെ അതിന് ടൈപ്പ് ഒന്നും പറഞ്ഞു കൊടുക്കണ്ട. ഇത് വേറൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതുപോലെ തന്നെ സാധാരണ ഒരു HTML ബോഡിക്കകത്തൊരു PHP ടാഗ് ഇട്ടേക്കുവാണ്.
ഇത്രയാണ് PHP കോഡിനകത്തുള്ളത്. PHP കോഡിനകത്തുള്ളതുകൊണ്ട് PHP എക്സ്റ്റൻഷൻ കൊടുക്കണം. ലോക്കൽ ഹോസ്റ്റ് / ഫയലിൻ്റെ പേര് എന്ന് പറഞ്ഞ് വിളിക്കണം. കൊണ്ടിടുന്ന ഫോൾഡർ ഏതായിരിക്കണം? വാറിനകത്ത് www-നകത്ത് HTML എന്ന് പറയുന്ന ഫോൾഡറിൽ വേണം കൊണ്ടിടാൻ. ഓരോരുത്തരുടെയും സെർവർ എവിടെയാണോ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത് അതിനകത്ത് HTML ഫോൾഡർ അല്ല www എന്ന് പറയുന്ന ഒരു ഫോൾഡർ കാണും. അതിനകത്ത് കൊണ്ടിട്ടാൽ വർക്ക് ചെയ്യുള്ളൂ. ഈ കേസിൽ കളർ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. = റെഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ വന്നപ്പോൾ കളർ അതേപടി പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പം മൈ കാർ ഈസ് റെഡ് എന്ന് പ്രിന്റ് ചെയ്യും. ഇതിനകത്ത് ഇവിടെ എക്കോ മൈ കാർ ഇതൊരു സ്ട്രിങ് ആണ്. പ്രിൻ്റ് കൊടുക്കുന്ന പോലെ തന്നെയാണ്. ഇതൊരു സ്ട്രിങ് ആണ്. സ്ട്രിങ് കഴിഞ്ഞിട്ട് അതിൻ്റെ കളറ് വേരിയബിളിൻ്റെ പേരായതുകൊണ്ട് ഒരു ഡോട്ട് ഇട്ട്. ഡോട്ട് എന്ന് പറഞ്ഞാൽ കോൺകാറ്റിനേഷൻ ഓപ്പറേഷനാണ്. സ്ട്രിങ് തമ്മിൽ കോൺകാറ്റിനേറ്റ് ചെയ്യാൻ. അതായത് ഈ സ്ട്രിങ് ഒരു ഹാർഡ് കോഡഡ് സ്ട്രിങ് ആണ്. ഇതിൻ്റെ കൂടെ ഒരു ഡൈനാമിക് സ്ട്രിങ്ങിനെ അപ്പൻഡ് ചെയ്യാണ്. ഇതിൻ്റെ റിസൾട്ട് ഇതിൻ്റെ കൂടെയിലേക്ക് അപ്പൻഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഈ ഡൈനാമിക് കഴിഞ്ഞിട്ട് വീണ്ടും വേറൊരു സ്ട്രിങ് ആണ്. അപ്പോൾ ഇതിനകത്ത് 3 സ്ട്രിങ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൻഡ് ചെയ്തേക്കുവാണ്. അപ്പൻഡ് ചെയ്യാനുള്ള സിമ്പിൾ അല്ല കോൺകാറ്റിനേറ്റ് ചെയ്യാനുള്ള സിമ്പിൾ എന്ന് പറയുന്നത് ഡോട്ട് സിമ്പിൾ പീരിയഡ് സിമ്പിളാണ് ഇടേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. ഇതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ എസെൻഷ്യലി ഇതിൻ്റെ റിസൾട്ട് നോക്കിയാൽ ഇങ്ങനെ ഇരിക്കും. മൈ കാർ ഈസ് റെഡ് കഴിഞ്ഞിട്ട് BR എന്നുള്ളൊരു ടാഗ് ബ്രേക്ക് ചെയ്യാനുള്ളൊരു ടാഗ് ഇതായിരിക്കും. അത് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ റിസൾട്ടായിട്ട് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇതായിരിക്കും. ഇത്രയായിരിക്കും വരുന്നത്. മൈ കാർ ഈസ് റെഡ്. കാരണം മൈ കാർ ഈസ് കഴിഞ്ഞിട്ട് ഒരു സ്പേസ് ഇവിടെ കിടപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ തന്നെ വേറൊരു സ്ട്രിങ്ങും കൂടെ. ഈ എക്കോയ്ക്ക് ആർഗ്യുമെൻ്റ് ആയിട്ട് നമ്മൾ ഒരു വാല്യൂ കൊടുക്കുകയുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ എസെൻഷ്യലി ഇവിടെ 3 ആർഗ്യുമെൻ്റ് അല്ല. ഇത് 3ഉം കൂടെ കോൺകാറ്റിനേറ്റ് ചെയ്ത് ഒരു സ്ട്രിങ് ആക്കിയിട്ടാണ് എക്കോയിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ എക്കോയിലേക്ക് കൊടുക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് മൈ കാർ ഈസ് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ കളർ അപ്പൻഡ് ചെയ്തിട്ട് BR എന്ന് പറയുന്ന ടാഗും കൂടെ അപ്പൻഡ് ചെയ്തിട്ടായിരിക്കും കൊടുക്കുന്നത്. ഇനി അതിൻ്റെ താഴെ മൈ ഹൗസ് ഈസ് കളർ ഇങ്ങനെ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്മോൾ ലെറ്ററിലാണ് കൊടുത്തത്, ഇവിടെ ക്യാപിറ്റൽ ലെറ്ററിലാണ് കൊടുത്തത്. വർക്ക് ചെയ്യില്ല. കാരണം വേരിയബിളിൻ്റെ പേര് കേസ് സെൻസിറ്റീവ് ആണ്. വേരിയബിളിൻ്റെ പേര് കേസ് സെൻസിറ്റീവ് ആണ്. ഇവിടെ കളർ ഇങ്ങനെ കൊടുത്താൽ ഇവിടെ അങ്ങനെ തന്നെ കൊടുക്കണം. ഏതെങ്കിലും ഒരു ലെറ്ററിൻ്റെ കേസ് മാറിയിട്ടുണ്ടെങ്കിൽ പോലും വേരിയബിൾ വർക്ക് ചെയ്യില്ല. കാരണം വേരിയബിളിൻ്റെ നെയിം കേസ് സെൻസിറ്റീവ് ആണ്. അപ്പോൾ പ്രത്യേകം നോട്ട് ചെയ്യുക, വേരിയബിൾ നെയിംസ് ആർ കേസ് സെൻസിറ്റീവ് ഇൻ PHP എന്ന് എഴുതുക. അതുപോലെ ഇവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, എക്കോ സ്മോൾ ലെറ്ററിലാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ എക്കോയുടെ ക്യാപിറ്റൽ ലെറ്ററിലാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ എക്കോ ഫുള്ള് ക്യാപിറ്റൽ ലെറ്ററിലാണ് കൊടുത്തേക്കുന്നത്. 3ഉം വർക്ക് ചെയ്യും. കാരണം കീവേഡ്സ് ആർ നോട്ട് കേസ് സെൻസിറ്റീവ് ഇൻ PHP എഴുതിയിട്ടുള്ള കീവേഡ്സ് ആർ നോട്ട് കേസ് സെൻസിറ്റീവ് ഇൻ PHP. അപ്പോൾ എക്കോ എന്ന് നമുക്ക് സ്മോൾ ലെറ്റർ വേണമെങ്കിലും കൊടുക്കാം, ക്യാപിറ്റൽ ലെറ്റർ വേണമെങ്കിലും കൊടുക്കാം. ആദ്യത്തെ ഒരെണ്ണം ക്യാപിറ്റൽ ലെറ്ററും ബാക്കി സ്മോൾ ലെറ്ററായിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടം എഴുതുന്നുണ്ടോ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും എഴുതാം. എക്കോയുടെ സ്പെല്ലിംഗ് കറക്റ്റ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. കേസ് ഇമ്പോർട്ടൻ്റ് അല്ല. ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുത്താലും സ്മോൾ ലെറ്ററിൽ കൊടുത്താലും വർക്ക് ചെയ്യും. അപ്പോൾ 2 കാര്യങ്ങളാണ് ഈ ഫയൽ ഇതിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ടത്. ഒന്നാമത്തേത് വേരിയബിളിൻ്റെ നെയിം എന്ന് പറയുന്നത് കേസ് സെൻസിറ്റീവ് ആണ്. വേരിയബിളിൻ്റെ നെയിം. അതേസമയം കീവേഡ്സ് എക്കോ അങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റുകൾ ഫംഗ്ഷൻ്റെ പേര് ഇതൊക്കെ കേസ് ഇൻസെൻസിറ്റീവ് ആണ്. കേസ് ഇൻസെൻസിറ്റീവ് അല്ലെങ്കിൽ കേസ് സെൻസിറ്റീവ് അല്ല. ഇറ്റ് ഈസ് നോട്ട് കേസ് സെൻസിറ്റീവ്. 2 ഡിഫറൻസ് മനസ്സിലാക്കുക. ഈ പേജ് നമുക്ക് ലോഡ് ചെയ്ത് കാണിക്കാം. എഴുതിയ സ്റ്റേറ്റ്മെൻറ്റ് ഡിലീറ്റ് ചെയ്ത് കളയാണ്. ഇവിടെ മൈ കാർ ഈസ് റെഡ് എന്ന് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. മൈ കാർ ഈസ് റെഡ് കാരണം കളർ കറക്റ്റാണ്. ഇവിടെയും ഒരേ കേസാണ്. അടുത്ത കേസിൽ മൈ ഹൗസ് ഈസ് എന്ന് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. മൈ ഹൗസ് ഈസ് കഴിഞ്ഞിട്ട് കളർ എന്താണെന്ന് പ്രിന്റ് ചെയ്തിട്ടില്ല. കാരണം ഈ കളർ എന്ന് പറയുന്ന വേരിയബിളും ഈ കളർ എന്ന് പറയുന്ന വേരിയബിളും രണ്ടും 2ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറെ മൈ ബോട്ട് ഈസ്. ഇത് കഴിഞ്ഞ് ഓരോന്നും അടുത്ത ലൈനിൽ പ്രിന്റ് ചെയ്യുന്നത് ഇവിടെ ഈ BR സ്റ്റേറ്റ്മെൻറ്റ് കിടക്കുന്നതുകൊണ്ടാണ്, BR ഉള്ളതുകൊണ്ടാണ്. അപ്പം മൈ കാർ ഈസ് റെഡ് കഴിഞ്ഞിട്ടൊരു BR സ്റ്റേറ്റ്മെൻറ്റ് വരും. ഇത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയാൽ വെബ് ഡെവലപ്പർ എടുത്തിട്ട് വെബ് ഇൻസ്പെക്ടർ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. മൈ കാർ ഈസ് റെഡ് കഴിഞ്ഞിട്ടൊരു BR ടാഗ് ഉണ്ട്. മൈ ഹൗസ് ഈസ് കഴിഞ്ഞിട്ടൊരു BR ടാഗ് ഉണ്ട്. മൈ ബോട്ട് ഈസ് കഴിഞ്ഞിട്ടൊരു BR ടാഗ് ഉണ്ട്. 3 BR ടാഗ് വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് പക്ഷേ എറർ വരാത്ത എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഇതിനകത്ത് വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്യേണ്ട കാര്യമില്ല. അല്ല വേരിയബിളിൻ്റെ ടൈപ്പ് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് വെറുതെ ഒരു വേരിയബിൾ എവിടെയെങ്കിലും കണ്ടാലും അവൻ കുറ്റമൊന്നും പറയത്തില്ല, ഓക്കെ ശരി എന്ന് പറയും. പക്ഷെ അവന് വാല്യൂ അറിയത്തില്ല, അതുകൊണ്ട് അവൻ പ്രിന്റ് ചെയ്യുന്നില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതൊരു വേരിയബിളാണ്, ഇത് വേറൊരു വേരിയബിളാണ്, ഇത് വേറൊരു വേരിയബിളാണ്. ഇതിലൊരു വേരിയബിളെ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് അതിൻ്റെ വാല്യൂ പ്രിന്റ് ചെയ്യുന്നുള്ളൂ. ബാക്കി 2 ഇനീഷ്യലൈസ് ചെയ്യാത്തതുകൊണ്ട് അത് എംപ്റ്റി ആയിട്ട് കിടക്കും. അതുകൊണ്ടാണ് എററൊന്നും കാണിക്കാത്തത്.
ഇപ്പോൾ സി ആയിരുന്നെങ്കിൽ ഇങ്ങനെ കൊടുത്തായിരുന്നു പറഞ്ഞാൽ വേരിയബിൾ ഈസ് നോട്ട് ഡിക്ലെയർഡ് എന്ന് പറഞ്ഞാൽ. പക്ഷേ ഈ കേസിൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമില്ല, ഇനീഷ്യലൈസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് എറർ ഒന്നും പറയാത്തത്. അപ്പോൾ ഈ പ്രോഗ്രാം എഴുതിയെടുക്കുക. അത്രയും കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുക. എക്കോയുടെ ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുക്കേണ്ടത് ഒരാർഗ്യുമെൻ്റ് എക്കോ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. എക്കോയ്ക്ക് ബ്രാക്കറ്റ് ഇട്ട് വേണമെങ്കിലും കൊടുക്കാം, ബ്രാക്കറ്റ് ഇടാതെ വേണമെങ്കിലും കൊടുക്കാം. അപ്പം ഇങ്ങനെ കൊടുത്താലും ഇത് ശരിയാണ്, ഇങ്ങനെ കൊടുത്താലും ശരിയാണ്, തെറ്റൊന്നുമില്ല. കണ്ടില്ല, തെറ്റൊന്നുമില്ല, കറക്റ്റാണ്. ബ്രാക്കറ്റ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. എക്കോ ഒരു ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ഒരു സ്ട്രിങ് ആണ്. ഈ കേസിൽ 3 സ്ട്രിങ് അല്ല, ആദ്യത്തെ ഒരു സ്ട്രിങ്ങിൻ്റെ കൂടെ വേറൊരു സ്ട്രിങ്ങും കൂടെ. അതായത് നിങ്ങൾ സി ഒക്കെ എഴുതുമ്പം റിട്ടേൺ 2 + 3 എന്ന് കൊടുത്താൽ എന്താ സംഭവിക്കുന്നത്? 2ഉം 3യും കൂടെ ആഡ് ചെയ്തിട്ട് റിട്ടേൺ ചെയ്യും അല്ലേ? 2യുടെയും 3യുടെയും കൂടെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ റിട്ടേണിൽ എപ്പോഴും ഒരു വാല്യൂ കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇങ്ങനെ നമുക്ക് കൊടുക്കാം. എന്തുകൊണ്ടാണ്? ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു എലമെൻ്റ് ആയിരിക്കും, അതുകൊണ്ട് ഇങ്ങനെ കൊടുക്കാം. ഇതുപോലെ തന്നെയാണ് ഇവിടെയും കൊടുത്തേക്കുന്നത്. ഈ സ്ട്രിങ്ങിൻ്റെ കൂടെ ഇത് അപ്പൻഡ് ചെയ്ത് അതിൻ്റെ കൂടെ ഇതും കൂടെ അപ്പൻഡ് ചെയ്തിട്ട് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ വേരിയബിൾ നെയിംസ് കേസ് സെൻസിറ്റീവ് ആണ്, കീവേഡ്സും ഫങ്ഷൻസ് നെയിംസും കേസ് ഇൻസെൻസിറ്റീവ് ആണ്. ഇനി വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. നമുക്ക് വേരിയബിൾ ഡിക്ലെയർ ചെയ്യേണ്ട കാര്യമില്ല, ഇനീഷ്യലൈസ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഡിക്ലെയർ ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ ഏത് ടൈപ്പാണെന്നൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതൊരു HTML ആണ്. HTML-നകത്ത് PHP കൊടുത്തിട്ടുണ്ട്. വേരിയബിളിൻ്റെ പേര് വേരിയബിളിൻ്റെ പേര് ശരിക്കും TXT എന്നാണെങ്കിലും വേരിയബിൾ ആക്സസ് ചെയ്യുമ്പോൾ എപ്പോഴും $. ഇട്ടിട്ട് ആക്സസ് ചെയ്യാവുള്ളൂ. PHP-യുടെ ഒരു സിൻടാക്സ് അങ്ങനെയാണ്. അത് വേരിയബിളിൻ്റെ നെയിം ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ നമ്മൾ പ്രത്യേകം ഡിക്ലെയർ ഒന്നും ചെയ്യണ്ട. TXT = സ്ട്രിങ്ങിനകത്ത് കൊടുത്തേക്കുന്നതുകൊണ്ട് അതെന്തായിട്ട് എടുക്കും? സ്ട്രിങ് ആയിട്ട് എടുക്കും. ഇവിടെ ഒരു ഇൻറ്റിജർ കൊടുത്തേക്കുന്നതുകൊണ്ട് ഇതൊരു ഇൻറ്റിജർ ആയിട്ട് എടുക്കും. ഇവിടെ ഒരു y കൊടുത്തേക്കുന്നതുകൊണ്ട് ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ കൊടുത്തേക്കുന്നതുകൊണ്ട് y ഡീഫോൾട്ടായിട്ട് ഫ്ലോട്ടായിട്ട് എടുത്തോളും. ഇനി എക്കോ ടെക്സ്റ്റ് പ്രിൻറ്റ് ചെയ്താൽ ടെക്സ്റ്റിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യും. എക്സ് പ്രിൻറ്റ് ചെയ്താൽ 5 എന്ന് പ്രിൻറ്റ് ചെയ്യും. ഇതിനിടയ്ക്ക് ഞാൻ ഓരോ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, ഓരോന്നും അടുത്തടുത്ത ലൈനിൽ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ എക്കോ $y എന്ന് പറഞ്ഞിട്ട് വൈയുടെ വാല്യൂ പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ ആദ്യത്തെ 3 സ്റ്റേറ്റ്മെൻറ്റ് ഹലോ വേൾഡ് 5 10.5 എന്ന് പ്രിൻറ്റ് ചെയ്യണം. നാലാമത്തെ ഹലോ വേൾഡ് 5 10.5 എന്ന് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. 3 കാര്യങ്ങൾ 3 ലൈനിൽ പ്രിൻറ്റ് ചെയ്തത്. 3 ലൈനിൽ പ്രിൻറ്റ് ചെയ്തേക്കുന്നത് ഓരോന്നിനും ഇടയ്ക്ക് BR കൊടുത്തേക്കുന്നതുകൊണ്ടാണ്. ഇനി var dump എന്ന് പറയുന്നൊരു ഫംഗ്ഷനുണ്ട്. PHP-യിൽ ബൈ ഡീഫോൾട്ടായിട്ടുള്ള ഒരു ഇൻബിൽറ്റ് ഫംഗ്ഷനാണ്. പല നമ്മുടെ സിയിലൊക്കെ ആണെങ്കിൽ printf, scanf അങ്ങനത്തെ ഇൻബിൽറ്റ് ഫംഗ്ഷൻ ഇല്ല. അതുപോലെ എക്കോ ഒരു ഇൻബിൽറ്റ് ഫംഗ്ഷനാണ്. var dump വേറൊരു ഇൻബിൽറ്റ് ഫംഗ്ഷനാണ്. var dump ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇത് ജസ്റ്റ് നിങ്ങളുടെ ഇൻഫർമേഷൻ വേണ്ടിയിട്ട് പറയുന്നതേ ഉള്ളൂ. ഇത്രയും ഡീറ്റെയിൽസ് അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. var dump എന്ന് പറഞ്ഞാൽ വേരിയബിളിൻ്റെ ടൈപ്പും അതിൻ്റെ വാല്യൂവും പ്രിൻറ്റ് ചെയ്യും. ഇതിപ്പം ഇൻറ്റിജർ ആയതുകൊണ്ട് ഇൻറ്റിജർ എഴുതിയിട്ട് അതിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യും. അതാണ് var dump ചെയ്യുന്നത്. ദിസ് ഈസ് ഹൗ var dump ഫംഗ്ഷൻ വർക്ക്സ്. കഴിഞ്ഞിട്ട് വരുന്ന ഔട്ട്പുട്ട് എന്താണെന്ന് നോക്കാം. ദിസ് ഈസ് ഹൗ var dump ഫംഗ്ഷൻ വർക്ക്സ് കഴിഞ്ഞിട്ട് വരുന്നുണ്ടോ? ഇൻറ്റിജർ ആണ്, 5985 ആണ് അതിൻ്റെ വാല്യൂ. അതാണ് ഈ 5985 ഇൻറ്റിജർ ആണ് വാല്യൂ. ഈ ഫംഗ്ഷൻ അറിഞ്ഞിരുന്നില്ലെങ്കിലും കുഴപ്പമില്ല, അത്ര അത്യാവശ്യമുള്ള ഫംഗ്ഷൻ ഒന്നുമല്ല, ഇൻഫർമേഷൻ വേണ്ടിയിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇനിയുള്ളത് എക്കോ കഴിഞ്ഞിട്ട് ഞാൻ ഒരു BR ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ചെക്കിംഗ് ബൂളിയൻ ഇനീഷ്യലൈസേഷൻ കൊടുത്തേക്കാണ്. ചെക്കിംഗ് ബൂളിയൻ ഇത് കഴിഞ്ഞിട്ട് അടുത്ത ലൈനിൽ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് BR സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തേക്കുന്നത്. BR ചെക്കിംഗ് ബൂളിയൻ ഇനീഷ്യലൈസേഷൻ. ഇതിനെ നമുക്കിപ്പോൾ എന്ത് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. BR വേണമെങ്കിൽ പാരഗ്രാഫിനകത്ത് വേണമെങ്കിലും കൊടുക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലും കൊടുക്കാം. ദിസ് കണ്ടീഷൻ ഈസ് ഫോൾസ് എന്നാണ് പ്രിൻറ്റ് ചെയ്തേക്കുന്നത്. അതായത് ഈ സ്റ്റേറ്റ്മെൻറ്റിനാണ് പ്രിൻറ്റ് ചെയ്തേക്കുന്നത്. എന്തുകൊണ്ടാണ് പ്രിൻറ്റ് ചെയ്തേക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരു വേരിയബിൾ ബൂളിയൻ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഞാൻ ഡിക്ലെയർ ചെയ്ത് =false എന്ന് കൊടുത്തു. അപ്പോൾ ഇതിപ്പം എക്സ് വൈ എന്നൊക്കെ കൊടുത്തിരിക്കുന്ന ഓരോ വേരിയബിളാണ്. അതുപോലെ ഞാൻ വേറൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തേക്കാണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ഫോൾസ് അല്ലെങ്കിൽ ട്രൂ എന്ന് കൊടുത്താൽ അപ്പോൾ തന്നെ ബൂളിയൻ എന്ന് പറയുന്ന ടൈപ്പായിട്ട് എടുക്കും. ബൂളിയൻ ആണെങ്കിൽ നമുക്ക് ഇഫ് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് കൊടുക്കാം. ഇഫ് ട്രൂ ആണെങ്കിൽ ഇത് ചെയ്യും, അല്ലെങ്കിൽ ഫോൾസ് ചെയ്യും. ഈ കേസിൽ ഫോൾസ് ആയതുകൊണ്ട് നേരെ എൽ സ്റ്റേറ്റ്മെൻറ്റ്. ഇഫിനകത്ത് അങ്ങനെ എഴുതാമല്ലോ, ഇഫ് ട്രൂ എന്ന് നമുക്ക് എഴുതാൻ പറ്റില്ല. ഇഫ് ട്രൂ എന്ന് പറഞ്ഞാൽ ട്രൂ ആണെങ്കിൽ മാത്രം ചെയ്യും. അതായത് ആ സ്റ്റേറ്റ്മെൻറ്റ് എപ്പോഴും എക്സിക്യൂട്ട് ചെയ്യും. ഇഫിനകത്ത് ട്രൂ എന്ന് പറയുന്ന വാല്യൂ കൊടുത്താൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും എപ്പോഴും എക്സിക്യൂട്ട് ചെയ്യും. ഇഫിനകത്ത് എഴുതുന്ന ഇഫിൻ്റെ ബ്രാക്കറ്റിനകത്ത് ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലാണെങ്കിലും ശരി അതിനകത്ത് എഴുതുന്ന എക്സ്പ്രഷൻ്റെ റിസൾട്ട് ഒരു ബൂളിയൻ വാല്യൂ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഇവിടെ $A =$B എന്ന് കൊടുക്കുകയാണെങ്കിൽ എന്താ
$A ഈക്വൽ ടു $B എന്ന് കൊടുക്കുകയാണെങ്കിൽ എയുടെ വാല്യൂവും ബിയുടെ വാല്യൂവും ഈക്വൽ ആണോ അല്ലയോ എന്നുള്ളതാണ് ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ റിസൾട്ടായിട്ട് വരുന്നത്. എന്ന് പറഞ്ഞാൽ ആണോ അല്ലയോ, എസ് ഓർ നോ, അല്ലെങ്കിൽ ട്രൂ ഓർ ഫോൾസ്, ഒരു ബൂളിയൻ വാല്യൂ ആണ് വരുന്നത്. അപ്പോൾ അതെന്താണ്, ഇത് ഒരു ബൂളിയൻ വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യും. അതുപോലെ തന്നെയാണ് ഞാനിവിടെ എഴുതിയേക്കുന്നത്. ഈ var bool എന്ന് പറഞ്ഞാൽ ഓൾറെഡി അതൊരു ബൂളിയൻ വാല്യൂ ആണ്. അപ്പോൾ ഇവിടെ ഫോൾസ് കൊടുത്തേക്കുന്നതുകൊണ്ട് ദിസ് കണ്ടീഷൻ ഈസ് ഫോൾസ് എന്ന് പറയുന്ന വാല്യൂ ആണ് ഇവിടെ പ്രിൻറ്റ് ചെയ്തേക്കുന്നത്. ദിസ് കണ്ടീഷൻ ഈസ് ഫോൾസ് പ്രിൻറ്റ് ചെയ്തു. ഇനി അറേ ഇനീഷ്യലൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അറേ ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഒരു പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ എക്കോ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അറേ ഈസ് ഡിക്ലെയർഡ് ആൻഡ് ഇനീഷ്യലൈസ്ഡ് ആസ് ഫോളോസ്. അറേ ഈസ് ഡിക്ലെയർഡ് ആൻഡ് ഇനീഷ്യലൈസ്ഡ് ആസ് ഫോളോസ് എന്ന് എഴുതിയിട്ടുണ്ട്. അറേ ഡിക്ലെയർ ചെയ്യുന്ന എങ്ങനെയാണ്, അറേയുടെ പേര് കൊടുക്കുക, ഡോളർ സിമ്പിൾ ഇട്ടിട്ട് വേണം കൊടുക്കാൻ. ഈക്വൽ ടു കഴിഞ്ഞിട്ട് അറേ എന്നുള്ള കീവേഡ് ഉപയോഗിക്കുക. അപ്പോൾ ഈ അറേ ഒരു കീവേഡാണ്. അറേ കീവേഡ് ആയതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് മനസ്സിലാക്കാം, അറേന്ന് ഇങ്ങനെ വേണമെങ്കിലും കൊടുക്കാം, ക്യാപിറ്റൽ ലെറ്റർ വേണമെങ്കിലും കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. കീവേഡ്സ് കേസ് ഇൻസെൻസിറ്റീവാണ്. ഈക്വൽ ടു കഴിഞ്ഞിട്ട് കോഡ്സിനകത്ത് വാല്യൂ കൊടുക്കുക. 1 2 3 ആണെങ്കിൽ 1 2 3 അങ്ങനെ കൊടുക്കുക. സ്ട്രിങ് ആണെങ്കിൽ ഡബിൾ കോഡ്സ് ഇട്ട് കൊടുക്കുക. ഇൻറ്റിജർ വാല്യൂസ് ആണെങ്കിൽ 1 2 3 നമ്മൾ കോമ ആയിട്ട് മാത്രം കൊടുത്താൽ മതി, കോമ സെപ്പറേറ്റഡ് ആയിട്ട് കൊടുക്കുക. വാർ ഡംപ് ചെയ്താൽ എന്താ ചെയ്യുന്നത്, വാർ ഡംപ് ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. വാർ ഡംപ് ഫംഗ്ഷൻ ചെയ്യുന്നത് എന്താ, അതിൻ്റെ ടൈപ്പും വാല്യൂവും പ്രിൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഓരോ എലമെൻറ്റ് ആക്സസ് ചെയ്യണമെങ്കിൽ സാധാരണ അറേയിൽ ആക്സസ് ചെയ്യുന്ന പോലെ തന്നെ 0 1 2 3 0 തൊട്ടുള്ള ഇൻഡെക്സിലായിരിക്കും സ്റ്റോർ ചെയ്തേക്കുന്നത്. അപ്പോൾ കാർസ് ഓഫ് 0 എന്നിവിടെ കൊടുത്താൽ എന്ത് ചെയ്യും, വോൾവോ പ്രിൻറ്റ് ചെയ്യും. അപ്പോഴത്തേക്കും അറേ ഡിക്ലറേഷൻ ഇനീഷ്യലൈസ് ആസ് ഫോളോസ്. ആ വാർ ഡംപിൻ്റെ റിസൾട്ടാണ് ഈ കാണുന്നത്. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് ഇവിടെയും കൂടെ ഒരു BR കൊടുത്താൽ അത് അടുത്ത ലൈനിലേക്ക് പൊക്കോളും. ഒരു BR കൊടുത്തു. ഈ വാർ ഡംപിൻ്റെ റിസൾട്ടാണ് ഈ കാണുന്നത്. അതായത് അരയാണ്, അതിനകത്ത് 3 എലമെൻറ്റ്സ് ഉണ്ട്. ഓരോ എലമെൻറ്റും ഏതാണെന്നാണ് ഈ പ്രിൻറ്റ് ചെയ്തേക്കുന്നത്. 0th എലമെൻറ്റ് എന്ന് പറയുന്നത് സ്ട്രിങ് ആണ്, 5 ലെങ്ത് ഉള്ള സ്ട്രിങ്ങിലാണ്. അതിൻ്റെ വാല്യൂ വോൾവോ ആണ്. 1 എന്ന് പറയുന്ന ഇൻഡെക്സിന് സ്റ്റോർ ചെയ്തേക്കുന്നത് സ്ട്രിങ് ആണ്, അതിൻ്റെ ലെങ്ത് 3 ആണ്, ആ വാല്യൂ BNW ആണ്. 3 എലമെൻറ്റുകൾ. അതുപോലെ 2 എന്ന് പറയുന്നത് 0th ഇൻഡെക്സ്, ഫസ്റ്റ് ഇൻഡെക്സ്, സെക്കൻഡ് ഇൻഡെക്സ് സ്റ്റോർ ചെയ്തേക്കുന്ന സ്ട്രിങ്ങിൻ്റെ ലെങ്ത് 6 ആണ്, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ടയോട്ടയാണ്. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ വീണ്ടും കൊടുത്തിട്ടുണ്ട്. ഒരു BR കഴിഞ്ഞിട്ട് അടുത്ത ലൈനിൽ പോകുന്നതാണ് BRൻ്റെ അർത്ഥം. സിയിൽ /n കൊടുക്കുന്ന പോലെയാണ് ഇവിടെ BR കൊടുക്കുന്നത്. ഫസ്റ്റ് വേരിയബിൾ ഇൻ ദ അറേ ഈസ് കാർസ് ഓഫ് 0 പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻ ദ അറേ ഈസ് വോൾവോ, അതായത് 0th ഇൻഡെക്സിലുള്ള വാല്യൂ വോൾവോ പ്രിൻറ്റ് ചെയ്തു. അറേ ന്യൂമറിക് അറേ ആണെങ്കിലും ഇങ്ങനെ തന്നെയാണ് ഇനീഷ്യലൈസ് ചെയ്യുന്നത്. ഈ പ്രോഗ്രാം ഒന്ന് എഴുതിയെടുക്കുക. അതാണ് ഫസ്റ്റ് പാർട്ട്. പോസ് ചെയ്തിട്ട് എഴുതിയെടുക്കുക. ഇവിടെ ഒരു സ്ട്രിങ് ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്, ഒരു ഇൻറ്റിജർ ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്, ഒരു ഫ്ലോട്ട് ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. വാർ ഡംപ് ഫംഗ്ഷൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ ഒരു ബൂളിയൻ വാല്യൂ ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. ബൂളിയൻ എല്ലാം ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ ടൈപ്പ് ഒന്നും വേണ്ട, ഇനീഷ്യലൈസ് ചെയ്യുന്നതിനനുസരിച്ച് വാല്യൂ എന്താണെന്ന് വെച്ചാൽ അതെടുത്തോളൂ. ഇതൊരു വേരിയബിൾ, ചുമ്മാ ഞാനൊരു പേര് കൊടുത്തേക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിലും പേര് കൊടുക്കാം, ഉസ്പുല്ല ബക്രാഡികം എന്നൊക്കെ പേര് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. അതുപോലെ അറേ ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. അറേ ഇനീഷ്യലൈസ് ചെയ്തേക്കുന്നത് വോൾവോ, BMW, ടയോട്ട എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അറേന്ന് ഇനീഷ്യലൈസ് ചെയ്യണമെങ്കിൽ അറേ എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിക്കണം, സിമ്പിൾ ബ്രാക്കറ്റ് ഉപയോഗിക്കണം. അതിനകത്ത് വാല്യൂസ് കോമ സെപ്പറേറ്റഡ് ആയിട്ട് കൊടുക്കണം. സ്ട്രിങ് ആയതുകൊണ്ട് ഓരോ വാല്യൂ ഡബിൾ കോഡ്സിൽ കൊടുക്കണം. നമ്പർ ആണെങ്കിൽ 1 2 3 എന്ന് വെറുതെ കൊടുത്താൽ മതി, കോഡ്സ് വേണ്ട. വാർ ഡംപ് ചെയ്താൽ അതിൻ്റെ വാർ ഡംപ് എന്ന് പറഞ്ഞാൽ വേരിയബിളിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം കൊണ്ട് ഡംപ് ചെയ്യുകയാണ് ഈ ചെയ്തേക്കുന്നത്. ഓരോ എലമെൻറ്റ് ആക്സസ് ചെയ്യണമെങ്കിൽ കാർസ് ഓഫ് 0 കാർസ് ഓഫ് 1 എന്ന് പറഞ്ഞ് ആക്സസ് ചെയ്യാം. ഇതിനകത്ത് ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഇവിടെ ഇത് ശ്രദ്ധിക്കണം. BR എന്ന് പറയുന്ന അടുത്ത ലൈനിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് വേരിയബിൾ ഓഫ് ദ അറേ ഈസ് എന്ന് എഴുതിയിട്ട് നമ്മൾ എന്താ ചെയ്തേക്കുന്നത്, സാധാരണ മുമ്പേ ചെയ്തിരുന്നത് ഇത് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്തു, എന്നിട്ട് ഡോട്ട് എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഇട്ടു. ഇങ്ങനെയാണ് ചെയ്തത്. ഒരു പേജ് ലോഡ് ചെയ്ത് നോക്കാം. വേരിയബിൾ അറേ ഈസ് വോൾവോ, ഇവിടെ ഒരു സ്പേസ് കൊടുക്കാത്തതുകൊണ്ടാണ് അത് ഒന്നിച്ച് കാണുന്നത്. അതൊരു സ്പേസ് അഡീഷണൽ കൊടുത്തു, പേജ് ലോഡ് ചെയ്തു. ഇങ്ങനെ ഉണ്ട്. ഇത് ഒരു മെത്തേഡാണ്. അതായത് ഇതെന്താണ്, ഇതൊരു സ്ട്രിങ് ആണ്. ഈ സ്ട്രിങ്ങിൻ്റെ കൂടെ വേറൊരു സ്ട്രിങ് നമ്മൾ കോൺകാക്റ്റിനേറ്റ് ചെയ്ത് കൊടുത്തേക്കുവാണ്. ഇതിങ്ങനെ കൊടുക്കണം എന്ന് നിർബന്ധമില്ല, കുറച്ചുകൂടെ എളുപ്പമായിട്ടും കൊടുക്കാം. അതായത് സ്ട്രിങ്ങിനിടയ്ക്ക് നമ്മൾ സാധാരണ വാല്യൂ ഒക്കെ കൊടുക്കുമ്പോൾ വാല്യൂ ഓഫ് എ ഈസ് എന്നൊക്കെ പ്രിൻ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ വാല്യൂ ഓഫ് എ ഈസ് %d കഴിഞ്ഞിട്ട് കോമ ഇട്ടിട്ട് വീണ്ടും
എ എന്നൊക്കെ കൊടുക്കൂലേ, അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിനകത്ത് നമുക്ക് ഡയറക്റ്റ് ഡബിൾ കോട്ട്സിനകത്ത് തന്നെ കൊടുത്താൽ മതി. ഏതെങ്കിലും ഒരു വേരിയബിളിൻ്റെ വാല്യൂ ഡൈനാമിക് ആയിട്ട് എടുക്കണമെങ്കിൽ അതിൻ്റെ പേര് ആ വേരിയബിളിൻ്റെ ഡോട്ട് വേണ്ട, ഡോട്ട് ഇടുന്നത് 2 സ്ട്രിങ് നമ്മൾ കോൺകാറ്റിനേറ്റ് ചെയ്യാനാണ്. ഈ കേസിൽ നമ്മൾ വെറുതെ അങ്ങ് എഴുതി പോയാൽ മതി. എഴുതി പോയിട്ട് ആ ഏതാണോ വേരിയബിൾ ഡൈനാമിക് ആയിട്ട് വരേണ്ടിയ വേരിയബിളിൻ്റെ പേര് $. ഇട്ട് ആക്സസ് ചെയ്താൽ മതി. അപ്പോൾ ശ്രദ്ധിക്കണം, ഇത് ഫുള്ള് ഇത് സാധാരണ ലാംഗ്വേജിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്. സിയിലൊക്കെയാണ് ഇങ്ങനെ കൊടുത്താൽ ഈ സ്ട്രിങ് അതേപടി പ്രിൻറ്റ് ചെയ്യുള്ളൂ. പ്രിൻറ്റ് ചെയ്യുമ്പോൾ $(cars)(ബ്രാക്കറ്റിനകത്ത് 0 എന്ന് പ്രിൻറ്റ് ചെയ്യും. പക്ഷേ ഈ കേസിൽ PHP അത് ഡിഫറെൻ്റ് ആണ്. എപ്പം ഡബിൾ കോട്ട്സിനകത്താണെങ്കിൽ പോലും $. കണ്ടാൽ ആ കറസ്പോണ്ടിങ് വേരിയബിളിൻ്റെ വാല്യൂ ആയിരിക്കും പ്രിൻറ്റ് ചെയ്യുക. ഒരു ഡിഫറൻസാണ് ഇതിലുള്ളത്. ഇപ്പോൾ ഇത്രയായി. ഈ പേജ് ഇങ്ങനെ എൻ്റെ ഔട്ട്പുട്ട് ഇങ്ങനെ ആവണം, എഴുതിയെടുക്കുക. അടുത്തത് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഇൻ സി എന്ന് പറയുന്ന സിലബസിൽ ഇപ്പം സിലബസ് കണ്ടു കഴിഞ്ഞാൽ ഹൗ PHP സ്ക്രിപ്റ്റ് ഈസ് എംബഡഡ് ഇൻ വെബ് പേജ്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചാണ്. ഡിസ്ക്രൈബ് PHP ലാംഗ്വേജ് എലമെൻറ്റ്സ്, പല എലമെൻറ്റ്സ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് പറയുന്ന എലമെൻറ്റ്സ് അതിനകത്ത് ഓപ്പറേറ്റേഴ്സ് വരും. ഇതുപോലെയുള്ള വേരിയബിൾ ഡിക്ലറേഷൻ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഈ പറയുന്ന ടോപ്പിക്കിൽ വരുന്നതാണ്. ഇതാണിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അരിത്തമെറ്റിക് ഓപ്പറേറ്റർ, ഇത് പരീക്ഷയ്ക്ക് സാധാരണ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്, പലപ്പോഴും ചോദിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്തൊക്കെയാണ്. അരിത്തമെറ്റിക് ഓപ്പറേറ്റർ ഇതെന്താണ് സിമ്പിൾ, മോഡുലസ് സിമ്പിൾ, ഇതെന്താണ് ചെയ്യുന്നത്. വൈവയ്ക്ക് സ്ഥിരം ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, മിക്കവരും ആൻസർ പറയാറില്ല. എക്സിനെ y കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം കിട്ടുന്ന റിമൈൻഡർ ആയിരിക്കും അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. മോഡുലസ് ഓപ്പറേറ്റർ പെർസെൻറ്റേജ് സിമ്പിൾ ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതൊരു അഡീഷണൽ ഓപ്പറേഷനാണ്. അതൊരു അരിത്തമെറ്റിക് ഓപ്പറേഷനാണ്. അടുത്ത അരിത്തമെറ്റിക് ഓപ്പറേഷൻ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. സബ്ട്രാക്ട് ചെയ്യുക എന്നുള്ള അരിത്തമെറ്റിക് ഓപ്പറേഷനാണ്. മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ള ഒരു അരിത്തമെറ്റിക് ഓപ്പറേഷനാണ്. ഡിവൈഡ് ചെയ്യുക എന്നുള്ളതും അരിത്തമെറ്റിക് ഓപ്പറേഷനാണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ചെയ്യുക നോക്കാം. അരിത്തമെറ്റിക് ഓപ്പറേറ്റർ ഇതാണ്. 10 ഉം 4 എന്ന് പറയുന്ന വേരിയബിളാണ്. 10നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉള്ള റിമൈൻഡർ എന്ന് പറയുന്നത് 2 ആണ്. 4 × 2 8 കഴിഞ്ഞിട്ട് 2 റിമൈൻഡർ ഉണ്ട്. അതാണിത്. 10 ഉം 4 ഉം 14ആണ്. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 10ൽ നിന്ന് 4 കുറച്ച് 6 കിട്ടും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 40 കിട്ടും. ഡിവൈഡ് ചെയ്യുമ്പോൾ 10.4 2.5. 10നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2.5 കിട്ടും. അതെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്സ് സാറിനെ വിളിക്കുക, എന്നെ വിളിക്കണം. അപ്പോൾ ഇത്രയാണ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഉള്ളത്. അപ്പം ഇത്രയും കൊണ്ട് വേണം നിർത്താൻ. ഇനിയുണ്ട് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ, കമ്പാരിസൺ ഓപ്പറേറ്റർ, ഇൻക്രിമെൻറ്റ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. താങ്ക് യു.